55, 12, 13, 14 വചനങ്ങളിൽ പറയാം. ഇതും നമ്മൾ കടന്നു പോകേണ്ടി വരും. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നും നമുക്ക് സഹനം ഉണ്ടാവും. അത് അപ്പോൾ നമ്മൾ ഒരുപാട് ഞാൻ എന്തെല്ലാം അവർക്ക് വേണ്ടി ഞാനാണ് ആദ്യം കാനഡയിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സഹോദരങ്ങളെല്ലാവരെയും ഞാൻ കൊണ്ടുപോകും. അവർക്കൊക്കെ ജോലി മേടിച്ചുകൊണ്ട് എന്നിട്ട് അവസാനം അവരെന്നെ വിട്ട് കളഞ്ഞില്ല. ഇത് സംഭവിക്കുമ്പോൾ സങ്കീർത്തനം 55 ഓർക്കുക. ശത്രുവല്ല 18, 12 ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത്. ആയിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാമായി. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത്. ആയിരുന്നെങ്കിൽ എനിക്ക് അകന്നിരിക്കാമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ഉറ്റ ചങ്ങാതിയും ആയ നീ തന്നെയാണ് എന്നോട് ചെയ്തത്. ഈ സങ്കീർത്തനമൊക്കെ ഈശോ പാടുമ്പോൾ എന്തായിരുന്നിരിക്കും ഈശോ? നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു. അവിടെയാണോ? നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു. നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. കണ്ടോ? ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത്. ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത്. ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കാമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്നു നീ തന്നെയാണ് ചെയ്തത്. ഇത് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് കടന്നു പോകണം. ഇതെല്ലാവർക്കും ഉണ്ടാവും. അതാണ് പ്രീ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇങ്ങനെ ഓരോ സ്റ്റേജാണ്. അതാണ് പൗലോസ് പറഞ്ഞത്. കഷ്ടതയെക്കുറിച്ച് നിങ്ങൾ അഭിമാനിക്കണം. എന്തുകൊണ്ടെന്നാൽ റോമൻസ് 4 അതോടെ ഇത് മാറ്റില്ലേ? റോമൻസ് 5:3 പറയാം, കഷ്ടതകളെ കുറിച്ച് നിങ്ങൾ അഭിമാനിക്കണം. എന്തെന്നാൽ കഷ്ടത എന്താ? ഒന്ന് പറഞ്ഞെല്ലാവരും. സഹനമല്ല, എന്താ പറഞ്ഞത്? സഹനശീലം. ഒന്നെല്ലാവരും പറഞ്ഞ ഉച്ചത്തിൽ. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശ. ഈ പ്രത്യാശ നമ്മൾ നിരാശ. അപ്പൊ ഇതിൽ പാസ്സാവണം. നമ്മൾ സഹനം ഒരു ശീലമാക്കണം. അത് എനിക്കറിയാം. അത് വരുമ്പോൾ ഇങ്ങനെയാ വേദന. പക്ഷെ അതിനേക്കാൾ വലിയ വേദനയായിരിക്കും ഈ ഗെത്സമനിയിൽ എനിക്ക് പറ്റണില്ല കർത്താവേ എന്ന് പറയുമ്പോൾ. അതും ഒരു ശീലമായി കഴിയുമ്പോൾ അതിൽ നിന്ന് ഉളവാകുന്ന ഒരു ആത്മധൈര്യം. ആ ആത്മധൈര്യത്തിൽ നിന്ന് നമുക്കൊരു പ്രത്യാശ ഉണ്ടാകുന്നതാണ്. ഇത് ക്രിസ്ത്യൻ ലൈഫ്. ഇത് ഇന്റർസെക്ഷന്റെ കാര്യമല്ല. ഇന്റർസെക്ഷൻ അടുത്തത്. ദിസ് ഈസ് ദ നോർമൽ ക്രിസ്ത്യൻ ലൈഫ്. ഇങ്ങനെ ആയിരിക്കെ നമ്മുടെ പ്രോസ്പെരിറ്റി ഗോസ്പൽ ഇതുമായിട്ട് എന്താ ബന്ധമില്ലേ? ഇതാണ് റിയൽ ഗോസ്പൽ. ഒരു സഹോദരി ഒരു ധ്യാനത്തിൽ പറഞ്ഞു, എനിക്ക് ഈ വചനം എന്നെ വളരെയധികം സമാധാനപ്പെടുത്തി. എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായ നീ തന്നെയാണ് ചെയ്തത്. അതിൻ്റെ കാരണം പറയണ്ട. എന്ത് ചെയ്യും ഇങ്ങനത്തെ അവസ്ഥയിൽ? ഈ അവസ്ഥ വരുമ്പോൾ
ദൈവം കൃത്യമായി അറിഞ്ഞുകൊണ്ടാണെന്ന് തന്നെ വിശ്വസിക്കുക. നമ്പർ 1. കാരണം ദൈവം അറിയാതെ ഒരു തലമുടി നാര് പോലും വീഴില്ല. ആ 2 കുരുവികളെ നോക്കുവിൻ, അവയിൽ ഒന്നുപോലും എൻ്റെ പിതാവ് അറിയാതെ വീഴില്ല. നിന്റെ തലമുടി നാരുകൾ വരെ എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട വലിയൊരു കോൺസെപ്റ്റ് ഇതാണ്. പിശാചിനെ കൊണ്ടായിരിക്കും ഇതൊക്കെ ദൈവം ചെയ്യിക്കണം, അല്ലാണ്ട് ആരാ ചെയ്യത്? ഇപ്പൊ ഈ ചമ്മട്ടി കൊണ്ട് അടുപ്പിക്കാനായിട്ട് നല്ല മനുഷ്യരാരെങ്കിലും കിട്ടുമോ? അപ്പൊ പിശാചിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നതെങ്കിൽ അതും ആർക്ക് വേണ്ടിയാണ്? ദൈവം അനുവദിച്ചിട്ടാണ്. അതാണ് ഇനി മനസ്സിലാക്കേണ്ട വേറൊരു പോയിന്റ്. ആരാ പിശാച്? പിശാചിന്റെ ശക്തി എന്ത്, ദൈവത്തിന്റെ ശക്തി എന്ത്? പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പവർ ഓഫ് ഗോഡ് ആൻഡ് ദ പവർ ഓഫ് ഈവിൾ? Power of God is eternal and more powerful than the power of evil. And power of evil is how much? It's limited. It's limited. It's not carry on. വെരി ഗുഡ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാവേണ്ടത്. ഗാഡ് ഈസ് ക്രിയേറ്റർ ആൻഡ് ഈവിൾ become from the angels. Who were angels? Angels were God's creation. So basically, although the angels become fallen angels and become devil or evil, their status as God's creation is remaining. They are creatures. ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി. As creatures, their power is limited and they are tools. God creates something for God's use. God wants to use them. So God really used the devil also. ഇപ്പൊ ഈശോയുടെ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. പീലാത്തോസ് പറയാണ്, നിന്നെ കൊല്ലാനും വിട്ടയക്കാനുള്ള അധികാരം എനിക്കുണ്ടെന്ന് എനിക്കറിയാലോ. അറിയോ? ഭയങ്കര ആജ്ഞയിലാണ്. നാളെ ഏതാനും മിനിറ്റിനകം നിന്നെ ചമ്മട്ടിയെ കൊണ്ട് അടിച്ചടിച്ച് നിന്നെ ചതച്ച് ഞാൻ കൊല്ലാൻ പോകുകയാണെന്ന് നിനക്കറിയോ? ഈശോ ആ ഭാഗത്തേക്കേ നോക്കണില്ല. ഈശോ നോക്കുന്നത് അതെല്ലാം എൻ്റെ പിതാവ് പറഞ്ഞതുകൊണ്ടാണ് നിനക്ക് എന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. വളരെ ശാന്തമായിട്ട്. ഇപ്പൊ നമ്മളെ ഭാര്യ തല്ലാൻ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യനെ തല്ലാൻ വരാണെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് എടുത്തു നോക്കി. ഇത് പിതാവ് അനുവദിക്കാണ്ട് എന്നെ തല്ലാൻ പറ്റുമോ? തല്ലൊന്നുമില്ലെങ്കിലും ഒരു ഭയങ്കര ദേഷ്യപ്പെട്ടൊന്ന് മുഖം കാണിക്കുമ്പോഴേക്കും നമുക്ക് എന്തോ ഒരു വേദനയല്ലേ. അപ്പോൾ നിങ്ങൾക്കൊന്ന് സമാധാനത്തിൽ പറഞ്ഞൂടെ മനുഷ്യ എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ പേടിപ്പിച്ച് പറയണം, ഞാൻ വല്ല കാര്യമായിട്ട് ചെയ്തു. അല്ല, ആ കപ്പ് ചായ കുടിച്ചിട്ട് അവിടെ തന്നെ വെച്ചേക്കണം. എന്താ അത് കഴുകാണ്ടിരിക്കാൻ? രാവിലെ അവിടെ വെച്ചത് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കണം. എത്ര പ്രാവശ്യത്തിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത്. ഇത്ര ഉള്ളു കാര്യം. പക്ഷേ നമുക്ക് വേദന എടുക്കണം. നമുക്ക് എന്തുകൊണ്ട് വേദന എടുക്കണം? ഇപ്പോൾ എന്തുകൊണ്ട് വേദന എടുക്കണം എന്നുള്ളൊരു ഉത്തരം പറഞ്ഞേ. അവൻ വേദനിക്കണം, അവൾ വേദനിക്കണം എന്നത് അവിടുത്തെ ഹിതമായിരുന്നു. ഇതാ നേരത്ത് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ നേരത്ത് മനസ്സിലാക്കണം. പിതാവേ, നീ അറിയാണ്ട് എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ ഇതുപോലെ എന്നോട് സംസാരിക്കില്ല. പക്ഷെ ഇത് ഞാനിത്രയൊക്കെ പ്രസംഗിക്കുന്ന ആളാണെങ്കിലും എനിക്കും ഇത് കിട്ടാറില്ല. ചിലത് 2 ദിവസം മുമ്പ് എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഭാര്യയോട് ഇത്തിരി, നീ എന്താ അങ്ങനെ പറയണേ? ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ വേദന എടുക്കണല്ലേ, അങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്ന പ്രശ്നം പ്രസംഗിക്കുന്ന കാര്യം. അപ്പം ഇങ്ങനെ ഞങ്ങൾ തമ്മിലിറങ്ങി ഞാനങ്ങനെ പറയുമ്പോൾ ഉടനെ പറയും, ഓ ഭയങ്കര ടോക്ക് കൊടുക്കണ കേട്ടതല്ല സാധനത്തെ കുറിച്ച്. എന്നിട്ട് ഇപ്പം എന്തായി ഞാനൊരു വാക്ക് പറഞ്ഞപ്പോഴേക്കും ഇത്ര വലിയ പ്രയാസമായി പോയല്ലോ.
അതൊരു ജ്ഞാനം തന്നെയാണ്. ശരിക്കും രാവിലെ തന്നെ കുറേ പ്രാർത്ഥിച്ചാലേ ഈ കപ്പാസിറ്റി കിട്ടുള്ളൂ. ഒരാൾ പറയുമ്പോൾ അതാരാ പറയണേ? ഇപ്പൊ ഭർത്താവാണ് പറയണം, അയാളാണോ അത് അയാളുടെ ഉള്ളിലിരുന്ന് വേറെ ആരെങ്കിലും ആണോ പറയണേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? ദൈവം അനുവദിക്കാതെ ഒരാളുടെ ഹൃദയത്തിൽ നിന്നും അതരത്തിൽ നിന്നൊരു വാക്ക് വരുമോ? എങ്കിൽ ദൈവം എന്തുകൊണ്ട് അത് അനുവദിക്കണം? ഇത്രയൊക്കെ പടപടയും ചിന്തനകൾ. അതാണ് ഒരു 30 സെക്കൻഡ്സ് എങ്കിലും നമ്മൾ റിയാക്ട് ചെയ്യരുത്. ഉടനെ നമ്മളോട് എതിരായിട്ട് ആരെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ അതങ്ങ് വിഴുങ്ങണം. 30 സെക്കൻഡ്സ് പിടിച്ചു നിർത്തുക, പിന്നെ നിങ്ങൾക്ക് ആശ്വാസം. മറിച്ച് അപ്പം തന്നെ അതിന് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ പിശാച് ജയിച്ചു. അപ്പൊ അവർ രണ്ടുപേരും ഒരു ഗ്രൂപ്പായി. രണ്ടുപേരും ഒരു ഗ്രൂപ്പായില്ലേ? ഇപ്പൊ ഒരാൾ നമ്മളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് മോശമായിട്ടൊരു കാര്യം പറഞ്ഞു, അത് കേട്ട് നമുക്ക് ചൊറിഞ്ഞു, അല്ലെങ്കിൽ വി വെർ പ്രൊവോക്ഡ്, ഉടനെ നമ്മൾ തിരിച്ചടിച്ചു. അപ്പൊ ആര് ജയിച്ചു? പിശാച് രണ്ടുപേരും ഒരു പടിക്ക് 2 പക്ഷി. മറിച്ച് പിശാച് ഒരാളിലൂടെ എങ്ങനെ പറഞ്ഞു, ആ സമയത്ത് നമ്മൾ അതിനെ അങ്ങ് സ്വീകരിച്ച്, ആരിൽ നിന്ന് സ്വീകരിക്കണം? പിശാചിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചടി. ഇപ്പൊ യേശു സ്വീകരിച്ചത് ആരിൽ നിന്നാ? പീലാത്തോസിന്റെ കയ്യിൽ നിന്നാണോ അതോ പിതാവിന്റെ കയ്യിൽ നിന്നാണോ? വലിയൊരു സിദ്ധാന്തമാണ് കേട്ടോ ഞാൻ ഈ പറയേണ്ടത്. നമുക്ക് ഫ്രീഡം ഉണ്ട് സ്വീകരിക്കാൻ. നമുക്ക് പിശാചിന്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം. ഒരടി, അല്ലെങ്കിൽ ഒരു വഴക്ക്, ഒരു തെറി, ഒരു പരുഷമായ വാക്കുകൾ, അല്ലെങ്കിൽ ഒരു കുറ്റം പറച്ചിൽ, ഇല്ലാത്ത കാര്യം പറഞ്ഞേക്കണം. അത് പിശാചിന്റെ പ്രവർത്തനമാണ്. പക്ഷേ പിശാച് ദൈവം അനുവദിക്കാതെ പ്രവർത്തിക്കാൻ പറ്റുമോ? ദൈവം അനുവദിക്കാതെ പിശാചിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും വിശ്വസിക്കാൻ നോക്ക്. അത് വിശ്വസിക്കണം. അപ്പൊ ഈശോ ചമ്മട്ടി കൊണ്ട് അടിക്കാൻ പോകുന്നത് പിശാചിന്റെ പ്രവർത്തനമാണ്. പിശാചിനെ കൊണ്ടാണ് പീലാത്തോസ് ഇതൊക്കെ ചെയ്യിക്കാൻ പോകുന്നത്. എങ്കിലും ഈശോ ആരിൽ നിന്ന് സ്വീകരിക്കുന്നത്? പിതാവിൽ നിന്ന് സ്വീകരിക്കും. അപ്പൊ പിതാവിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടുന്നു. പിശാചിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അത് തന്നെ ഭയാനകമായ ഭയങ്കര എന്താ പറയാ, ഹേറ്റ്രഡ്, ദുഃഖം, നിരാശ, ഇതെല്ലാം കിട്ടും. ഈശോ മനുഷ്യരുടെ പാപം ഏറ്റെടുത്തത് ആരുടെ കയ്യിൽ നിന്നാണ്? പിതാവിന്റെ കയ്യിൽ നിന്നാണ്. വലിയൊരു രഹസ്യമാണ് ഇത്. നമ്മൾ ഒരു പ്രാവശ്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങും. കർത്താവ് ആരെങ്കിലും ഒരാളെ നോക്കി നടക്കണം ഇതൊന്നും മനസ്സിലാക്കാനായിട്ട്. കർത്താവിനൊരു കമ്പനി കൊടുക്കാൻ ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നെ കുറിച്ച് ആളെന്നൊക്കെ പറയണെന്ന്? കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഇല്ല. നല്ല കാര്യം. അപ്പൊ നിങ്ങൾക്ക് ആ കൃപ കിട്ടില്ല. കഴിഞ്ഞ ഈ ധ്യാനത്തിൽ വന്ന കുറച്ച് സിസ്റ്റേഴ്സ് പറയാണ്, അയ്യോ തോമസ് പോൾ ബ്രദറാണത്, ഈ ബ്രദർ സഭ വിട്ട് പോയിന്നാണല്ലോ ഞങ്ങൾ കേട്ടത്, അങ്ങനെ പന്തക്കുസ്തയായി എന്നാണല്ലോ കേട്ടത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറയണം, എൻ്റെ ബ്രദറെ എന്തൊക്കെയാ ബ്രദറിനെ കുറിച്ച് ഞങ്ങൾ കേട്ടേക്കുന്നത്. ഞങ്ങൾ ചെന്നിട്ട് ആദ്യം ഈ ചെയ്യാനുള്ളത് അതെല്ലാം എല്ലാവരോടും പറഞ്ഞ് മാറ്റണം അവരുടെ തലേന്നത്. ഞാൻ പറഞ്ഞു, അപ്പൊ പിന്നെ എനിക്കങ്ങനെ കൃപ കിട്ടും. മറ്റുള്ളവർ എൻ്റെ പേരിൽ നിന്നെ അവഹേളിക്കുകയും വ്യാജമായിട്ടുള്ളത് പറഞ്ഞ് പരത്തുകയും ചെയ്യുമ്പോൾ നീ സന്തോഷിക്കുവിൻ. ഈ കൃപ സുവിശേഷ ഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇതെങ്ങനെ കിട്ടും? അത് വേറൊരു കപ്പാസിറ്റിയാണ്. മനസ്സിലാകട്ടോ? അത് കേൾക്കണം, കേൾക്കിട്ട് അവരെ അനുഗ്രഹിക്കണം, അത് സ്വീകരിക്കണം. അപ്പോൾ ഇതാണ് റിയാലിറ്റി ഓഫ് ദ ഫെയ്ത്ത്. അതാണ്
യേശയ്യായിലെ ദൈവദാസൻ 1, ദൈവദാസൻ 2, ദൈവദാസൻ 3, ദൈവദാസൻ 4, ഇങ്ങനെ 4 ചാപ്റ്റേഴ്സ്. 49 ദേവദാസൻ, 42 ദേവദാസൻ 1, 49 ദേവദാസൻ 2, 50 4 മുതൽ ദേവദാസൻ 3, 52 53 ദേവദാസൻ 4. ഇത് 4 നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ ഈ വിശ്വാസത്തോട് ദാറ്റ് ഈസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മുഴുവനും. അതുകൊണ്ടാണ് യേശയ്യ എന്ന് പറയുന്നത് ഒരു 5ാമത്തെ ഗോസ്പൽ എന്നാണ് പറയാം. ഇത് 5th ഗോസ്പൽ. യേശുവിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അത് മുഴുവനും യേശുവിൽ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മളിൽ സംഭവിക്കണം. ഓക്കെ, നമ്മൾ 52 നമ്മൾ സംഗീതം ശത്രു വരാം. അപ്പൊ ഇവിടെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് സംഭവിച്ചു? ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത്, എതിരാളിയല്ല, എന്നാൽ എൻ്റെ സ്വന്തം സഹചരനും ചങ്ങാതി ഉറ്റ സ്നേഹിതനുമായ നീ തന്നെയാണ് ചെയ്തത്. ഇതെങ്ങനെ സഹിക്കും? അതിനുത്തരവാണ്. എങ്ങനെ സഹിക്കും? 17ാമത്തെ വരി കേട്ടോ. 17 പറയുന്നു, സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും, അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും. കണ്ടു? സോറി, ഞാൻ ഐ ആം കോട്ടിങ്. ദീപ പറഞ്ഞ രാവിലെ കരഞ്ഞു, കർത്താവിൻ്റെ അടുത്ത് പോയി കരഞ്ഞു. എക്സാക്ട്ലി, കുറെ കരഞ്ഞു. അങ്ങനെ കരഞ്ഞ് തളർന്ന് കിടന്നു. ഇത് രാത്രി മാത്രമല്ല, എവിടെ എത്ര പ്രാവശ്യം പറഞ്ഞേക്കണേ? സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും 3 പ്രാവശ്യം, രാത്രിയിലും രാവിലെയും ഉച്ചയ്ക്കും. നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഒന്ന് പാടി. സന്ധ്യയിലും പ്രഭാതത്തിലും